ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പെണ്ണൊരുമിട്ടാൽ എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്കറിയാമോ? പെണ്ണൊരുമിട്ടാൽ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് നമ്മുടെ ന്യൂസുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട്ടെ കേസ് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. കോഴിക്കോട് ഒരു ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യുവതി സഹയാത്രികനായ പുരുഷന് നേരെ ഒരു ലൈംഗിക അതിക്രമം സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ഇരയായി മനം നൊന്തിട്ട് ആ സഹയാത്രികനായ വ്യക്തി സൂയിസൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ പെണ്ണ് അത് എടുത്തത് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും അതിലൂടെ അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിത്വത്തിനെ നല്ല രീതിക്ക് ബാഡായിട്ട് അത് ബാധിച്ചു. അതുകൊണ്ട് ആ വ്യക്തി എന്ത് ചെയ്തു? സൂയിസൈഡ് ചെയ്തു. ഇത്തരത്തില് പെണ്ണിന്റെ തന്നെ ശത്രുവായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പെണ്ണിനെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുറെ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ നിയമങ്ങളെ ഇത്തരത്തില് കണ്ടന്റിനും റീച്ചിനും വേണ്ടിയിട്ട് ഇമാതിരി തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്ന സമയത്ത് ശരിക്കും ഒരു സെക്ഷൽ അസോൾട്ട് നടന്നു കഴിഞ്ഞാൽ ആ പെണ്ണിനെ പോലും സംശയിക്കുന്ന രീതിക്കാണ് ഇവറ്റകളൊക്കെ കൊണ്ടെത്തിക്കുന്നത്. ഇന്ന് ഒരു ജീവനാണ് ഈ ഒരു തെണ്ടിത്തരത്തിന്റെ പേരിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ കേസ് നടക്കുന്നത് 2 ദിവസം മുന്നെയാണ്. 2 ദിവസം മുന്നേ ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര രീതിയിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു പോസ്റ്റാണിത്. കാര്യം ഇവള് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സെൽഫി എടുക്കുന്നത് പോലെയാണ് ഈ വീഡിയോ പിടിച്ചിരിക്കുന്നത്. സെൽഫി എടുത്തിരിക്കുന്ന ആ ഒരു ആംഗിളിൽ ഫോൺ പിടിച്ചിട്ട് ഈ വ്യക്തി ഇതൊന്നും അറിയാതെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് തട്ടാവുന്ന രീതിക്ക് ഈ പെണ്ണിന്റെ ശരീരം വെച്ച് കൊടുത്തിട്ടാണ് ഈ വീഡിയോ റീച്ചിങ്ങിന് വേണ്ടിയിട്ട് പിടിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ആ വീഡിയോ ചോറ് തരുന്ന ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് റീച്ചിന് വേണ്ടിയിട്ടാണ്. കാര്യം ഇതുപോലെ ഒരു സെയിം ഇൻസിഡന്റ് കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുന്നേ ഇവിടെ നടന്നിട്ടുണ്ട്. അന്ന് എന്തോ അക്സ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഒരു അപ്പൂപ്പന്റെ പേരിൽ ഇതേപോലെയുള്ള ഒരു സെക്ഷൽ അസോൾട്ടും കൊണ്ട് വന്നത്. പക്ഷെ അന്ന് ആ പെണ്ണ് ചെയ്തൊരു പ്രശ്നം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മുഖം മാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവള് പക്ഷെ ആ വ്യക്തിയുടെ യാതൊരുവിധ മുഖവും മാസ്ക് ചെയ്യാതെ ആ വ്യക്തിനെ സൊസൈറ്റിക്ക് മുമ്പിൽ ഇട്ടുകൊടുത്തു. പക്ഷെ അയാള് തെറ്റ് ചെയ്യാത്തത് കൊണ്ട് ആ വ്യക്തിക്ക് മനം നൊന്നിട്ട് സൂയിസൈഡ് ചെയ്തു. ഇത്തരത്തിൽ റീച്ചിന് വേണ്ടിയിട്ടൊരു തെണ്ടിത്തരം കാണിക്കുമ്പോൾ ആ തെണ്ടിത്തരത്തിന്റെ പേരിൽ ഇന്ന് ഒരാൾക്ക് ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഇവൾ എന്ത് തരം പറയും? ഇതുപോലെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് തന്നെ, ഈ അക്സൈഡ് ഇഷ്യൂ ഇതുപോലെ വന്നതുകൊണ്ടും അതൊരു ഫോൾസ് അലിഗേഷൻ ആണ് എന്ന് തെളിഞ്ഞത് കൊണ്ടും തന്നെ ഈ ഒരു വീഡിയോ വന്നപ്പോൾ ഇതിന് താഴത്ത് 2 ടൈപ്പ് ഓഫ് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈ പെണ്ണിനെ അനുകൂലിച്ചും വന്നിട്ടുണ്ടായിരുന്നു, 2 അയാളെ സപ്പോർട്ട് ചെയ്തിട്ടും കള്ളത്തരത്തിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഇട്ടു എന്നുള്ള രീതിക്കും വന്നിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ 2 മില്യൺ ആൾക്കാർക്ക് ഈ വീഡിയോ കാണുകയും അതിൽ അഗെയിൻസ്റ്റ് ആയിട്ട് ഈ പെണ്ണിന് അഗെയിൻസ്റ്റ് ആയിട്ട് വ്യൂസ് വന്നപ്പോൾ ഈ വീഡിയോ മുക്കിയിട്ട് നൈസായിട്ട് അതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നു. പക്ഷെ അതിൽ ഒരു തരിമ്പ് പോലും താൻ ചെയ്തത് തെറ്റാണെന്ന് പുള്ളിക്കാരി പറയുന്നില്ല. ഭയങ്കര കോൺഫിഡൻസിലാണ് വന്ന് എന്നിട്ട് വെളുപ്പിക്കുന്നത്. പക്ഷെ അന്ന് രാവിലെ തന്നെയാണ് ആ വ്യക്തിയുടെ ജീവിതം ഇല്ലാതായത്. കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇത്തരത്തിൽ ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്ത നിയമത്തിനെ ദുരുപയോഗം ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ വേണ്ട ശിക്ഷ കൊടുക്കാത്തത് കൊണ്ടല്ലേ ഇവൾമാരൊക്കെ ഇതുപോലെ കിടന്ന് കാണിക്കുന്നത്. ഞാൻ അടക്കമുള്ള പെണ്ണുങ്ങൾക്ക് ഇത് നാളെ വിനയായി വരില്ല. നാളെ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് വിശ്വസിച്ച് നിയമത്തിൽ പോകും? നിയമത്തിലുള്ളവർ ചോദിക്കത്തില്ല ഇത് നീ ഫോൾസ് അലിഗേഷൻ ആണ് പറയുന്നതെങ്കിലോ? കാര്യം ഇവരുടെ മുന്നിൽ നടക്കുന്നതൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ കേസസ് ആണ്. സ്വന്തം സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമത്തിനെ റീച്ചിനും കണ്ടന്റിനും വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരായാലും സംശയിക്കും, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത്തരത്തിൽ തെറ്റ് ചെയ്ത് ഇവരെയൊക്കെ ജയിലിലടയ്ക്കാ വേണ്ടത്. വേണ്ട ശിക്ഷ കൊടുക്കണം. ആത്മഹത്യാ പ്രേരണ കുറ്റം തന്നെ ചുമത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയെങ്കിലും ഇതുപോലെ ഫോൾസ് അലിഗേഷൻസുമായിട്ട് കണ്ടന്റിനും റീച്ചിനും വേണ്ടിയിട്ട് വീഡിയോസ് പടച്ചു വിടാതിരിക്കുക. അത് ചിലപ്പോൾ നഷ്ടപ്പെടുന്ന ഒരു ജീവനായിരിക്കും, അതൊരു കുടുംബത്തിന്റെ അത്താണിയായിരിക്കും. എന്തിനാ വെറുതെ കണ്ടന്റിനും റീച്ചിനും വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതം ഇല്ലാതാക്കുന്ന? വേറെ എന്തൊക്കെ വഴികളുണ്ട് റീച്ച് ഉണ്ടാക്കാൻ?